മിറ്റത്തല്ലാതെ പിന്നെ പെരക്കകത്ത് പന്തലിടാൻ പറ്റുമോ? 10 മിനിറ്റ് പോകാൻ നോക്ക്. അവരിട്ടത് പത്രമാണോ അതോ ബോംബാണോ? മറിയാമ്മ ചേട്ടത്തിൽ അയലോക്കത്തുള്ള ശിവദാസന്റെ മകൻ വേണോ? 2002 ബിസിനസ് തുടങ്ങി മറ്റൊരു കയറ്റുക. അല്ല കടം. അപ്പൊ നമ്മുടെ ജോണിക്കുട്ടിന് വരുമെന്ന് പറഞ്ഞേ ഒരു UK വിസയുടെ കാര്യം അറിയാൻ വേണ്ടിയാ. എപ്പോ വരും? എന്റെ മലയാളം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഇന്ന് തന്നെ മക്കളൊക്കെ വരും. മോനും വാ. 7:30 ലാസ്റ്റ് ബസ് ഉണ്ട്. അത് കഴിഞ്ഞാലോ? 8-നും 8:30 ഓരോ ലാസ്റ്റ് ബസ് വീതമുണ്ട്. ഏതെങ്കിലും ഒന്നിന് കയറി വരാൻ പറ്റുമോ എന്ന് നോക്ക്. പറ്റും, ഇല്ലെങ്കിൽ പറ്റിക്കും. പറ്റിക്കൊന്നു മറിയേ മറിയാമേ. ഇന്ന് ഞാൻ ഡൈ ചെയ്താൽ നാളെ നീ വിധവയാ. വിധവ എടി, ഞാൻ താടിയും കൂടി കറുപ്പിച്ച് ഇവിടെ നിൽക്കണേ കണ്ട് നിന്റെ മക്കള് വന്നാൽ അവര് സംശയിക്കും. അമ്മച്ചിയുടെ കൂടെ നിൽക്കണ ഈ ഷാരൂഖ് ഖാൻ ഏതാണ്? നീ ആട്ടണ്ട. കല്യാണത്തിന് മുമ്പ് ആപ്പിള് പോലെ ഇരുന്ന ഞാനാ. ഇപ്പഴാ നിപ്പിള് പോലെ ആയത്. പക്ഷെ നല്ല മണം. ഇത് എന്തിന്റെ മണമാണ്? അതൊരു സെന്റിന്റെ മണമാണ്. ഭയങ്കര മണമായിരിക്കും മറിയേ. എന്താ പേര്? മത്തായി. അല്ല അപ്പച്ച. ഈ അപ്പച്ചാന്ന് വിളിച്ച് പേര് മറന്നുപോയി. മത്തായി അല്ല അപ്പച്ചൻ. നമ്മുടെ വീടിന്റെ ലെഫ്റ്റ് സൈഡിലിട്ട് വളരെ പൊക്കത്തിലുള്ള ചെടി കായ്ക്കത്തിൽ എന്താണ്? അതാണ് തെങ്ങ്. അതിന്റെ തൊട്ടുതാഴെ വലിയൊരു കുഴി. അമേരിക്കയിൽ ഇതൊന്നുമില്ല. കുറച്ച് മണലും സിമന്റും കൂടെ വന്നിരുന്നെങ്കിൽ അടുക്കളുടെ പണി ഒന്ന് തീർക്കാൻ. ജോണിക്കുട്ടി ഇതിൽ ലണ്ടൻ എത്തി. അല്ല, ലണ്ടനിൽ നിന്ന് ജോണിക്കുട്ടി എത്തി. കൂടി കാണുന്നതല്ലേ കെട്ടിപ്പിടിച്ച് സന്തോഷിക്കട്ടെ.
ഒന്നില്ലെങ്കിൽ ഈ വീട്ടിൽ ഞാനല്ലടാ മൂത്തത്. എന്നെക്കാളും മൂത്തവരാണ് നിന്റെ ഭാര്യ. അച്ഛമ്മ അല്ല അപ്പച്ച, എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. ശ്രമിച്ച അടുത്തു പോ. മറിയേ അടുത്തു പോയി. ഞാനും അടുത്തു പോവാ. നീ ഒറ്റക്ക് നിന്ന് പൊതു തീരുമാനം സംസാരിക്കണം. തീരുമാ ഒരു സിഗരറ്റ് തന്നാ മതി. ഞാൻ മൂടി എത്തിക്കോളാം. അത് ക്ലൈമറ്റ് പിടിക്കാതിട്ടാ. അതങ്ങനെയാ. പാസ്പോർട്ടും വിസയും ഒക്കെ ഉണ്ടെങ്കിൽ ക്ലൈമറ്റ് എന്നല്ല ആരും പിടിക്കില്ല. അതെ, എങ്ങനെയുണ്ടോ നിന്റെ ലണ്ടൻ ജീവിതമൊക്കെ? ഒന്നും പറയണ്ട. പറയണ്ട. അതല്ല പറയാം. അതെ, അങ്ങനെ അവിടുത്തെ മലയാളികൾ തമ്മിൽ യാതൊരു ഐക്യമില്ല. ഇന്നലെ തന്നെ ആ മാഞ്ചസ്റ്റർ ജംഗ്ഷനിലെ മുറുക്കക്കടയുടെ അടുത്ത് വെച്ച് ഒരു മലയാളിയെ 8-10 സായിപ്പന്മാരും കൂടെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടും ഒറ്റ മലയാളി പോലും തിരിഞ്ഞു നോക്കിയില്ല. അറിയോ? നീ ഒരു മലയാളിയല്ലേ, അപ്പൊ നിനക്ക് ചോദിക്കായിരുന്നില്ലേ? അത് ശരി, ഞാൻ തന്നെ അടി കൊള്ളുകയും ചെയ്യണം, ഞാൻ തന്നെ അത് ചോദിക്കുകയും ചെയ്യണം. നമ്മുടെ 4 പേരും കൂടെ എന്തോ ചെയ്യാനാ? നമ്മള് 4 പേരല്ല, ഇരിക്കണവരെ കണ്ടില്ലേ? അവരൊക്കെ ഞങ്ങൾ വിളിച്ചിട്ട് വന്നവരാ. വെഡിങ് ആനിവേഴ്സറി നമുക്ക് കുപ്പി പൊട്ടിക്കണ്ടേ? ഞങ്ങൾ നേരം വെളുക്കണമായിരുന്നു വെള്ളം അടിക്കാൻ പോകുന്നു. നേരം വെളുക്കണവരെ ഉച്ച വരെ വെള്ളം അടിച്ചു. പക്ഷെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫോട്ടോ കേടാക്കരുത്. ആ വെള്ളമടിയല്ല ഈ വെള്ളമടി. വൈകിട്ട് എന്താ പരിപാടി? ആ പരിപാടി കണ്ടോ? അപ്പച്ചന് കാര്യം പിടികിട്ടി. അതുകൊണ്ടാണ് അപ്പച്ചന് വേണ്ടിയിട്ട് ഞാൻ 2 ജോഡി ഭാഗമുള്ള ഫുള്ള് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പച്ചൻ അതൊന്നും ഒരു പ്രശ്നമല്ല മക്കളെ. നിങ്ങൾ ഇങ്ങോട്ട് വന്നല്ല, അത് തന്നെ സന്തോഷം. എന്റെ പൊന്നു മോനെ, നീ വരുന്ന വഴിക്ക് പ്ലേറ്റിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ച് എന്റെ മോൻ അപ്പച്ച കൊണ്ടുവന്ന കുപ്പിക്കാരും പൊട്ടിപ്പോയിരുന്നെങ്കിൽ ഞാൻ ആദ്യം തോന്നേനെ. എന്തിനാ വെച്ച് നമുക്ക് ഒരുമിച്ചിരുന്ന് TV കാണാം. ഇപ്രാവശ്യത്തിന്റെ വിവാഹ വാർഷികം പത്രത്തിൽ കൊടുക്കണം. അതെന്തിനാ അപ്പച്ചോ? എന്റെ പൊന്നു മക്കളെ, ഞാൻ ഇത്രയും കാലം നിന്റെ അമ്മയുടെ കൂടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം നാട്ടുകാരെന്ന് അറിയട്ടടാ. അതൊക്കെ പോട്ടെ, ഇനി എന്താ അടുത്ത പരിപാടി? എന്തായാലും എന്റെ വെഡിങ് ആനിവേഴ്സറിയില്ലേ നമുക്ക് കേക്ക് മുറിക്കാം. എന്റെ ഓർമ്മ കേക്ക് മുറിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കേക്കും തിരക്കൊക്കെ മുറിക്കുന്ന കാര്യങ്ങളോട് നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങൾ എന്താണ് അപ്പച്ചനോട് പറഞ്ഞു? അല്ല എന്റെ പൊന്നുമക്കളെ, സണ്ണിക്കുട്ടി എന്തോ ഉദ്ദേശിച്ചേ? എന്താ ഉദ്ദേശിച്ചെന്നോ? ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമില്ല, നമ്മുടെ സ്ഥലം വീതം വെക്കുന്ന കാര്യം തുറന്നു പറയാം. അപ്പൻ എന്നെ അറിയുന്ന ആരും ജീവിച്ചിരിക്കും തോന്നുന്നില്ല, അതുകൊണ്ട് ആ ഭാരം അപ്പം നടക്കണം. എന്റെ പൊന്നുമക്കളെ, അതെനിക്കറിയാം. അതുകൊണ്ട് അപ്പൻ അതെല്ലാം കരുതിക്കുട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പച്ചന്റെ മൂത്തമാനായ സണ്ണിക്കുട്ടിക്ക് അപ്പച്ചൻ എന്തൊക്കെ കരുതി വെച്ചിരുന്നത്? അപ്പച്ചന്റെ ഏറ്റവും മോനായ ജോഡിക്കുട്ടിക്ക് അപ്പച്ചൻ എന്തെങ്കിലും കട്ടിക്ക് തന്നെങ്കിലേ പറ്റും. അയ്യോ, നിനക്ക് കട്ടിക്കും ഇവന് കനത്തിനുമുണ്ട്. എന്റെ മൂത്ത മോൻ സണ്ണിക്കുട്ടിക്ക് മൂന്നാറിലെ 380 ഏക്കർ റബ്ബർ എസ്റ്റേറ്റും കോതമംഗലത്തെ 280 ഏക്കർ തേയിലത്തോട്ടവും അടിമാലിയിലെ സെക്കൻഡ് ക്ലാസ് തിയേറ്ററും. കണ്ടോ അപ്പച്ചനൊക്കെ പൂച്ച് വെച്ചേക്കാണ് എന്റെ പിന്നാലെ അപ്പച്ച. അപ്പച്ച, ഇളയമോൻ ജോഡിക്കുട്ടിക്ക് എന്തൊക്കെയാ അപ്പച്ച തരാൻ പോണത്? നിനക്കും ഒട്ടും കുറവില്ല. എറണാകുളം പാലാരിവട്ടത്തുള്ള 20 ഏക്കർ സ്ഥലം, അങ്കമാലിയിലെ പെട്രോൾ പമ്പ്, കാലടിയിലെ തുണിക്കട, പോരാഞ്ഞിട്ട് എന്റെ ബാങ്ക് ബാലൻസ് 50 ലക്ഷം രൂപ. എന്നാ നമ്മുടെ അപ്പച്ചൊരു പാവാണ്. അപ്പച്ചൻ പാവാടായിരുന്നു. അപ്പച്ചൊരു പാവാണെന്ന്. അപ്പച്ചൻ പാവാ. അപ്പച്ചൻ ഇതൊക്കെ തരാന്ന് പറഞ്ഞല്ലോ. അപ്പച്ചൻ എന്തെല്ലാം ആലോചിക്കുന്നത്? നമുക്ക് എഴുതി തന്ന കാര്യമാണോ? നമുക്ക് എഴുതി തന്ന കാര്യമായിരിക്കും ആലോചിക്കുന്നത്. അപ്പച്ചോ അപ്പച്ചൻ ഇതൊക്കെ തരാന്ന് പറഞ്ഞിട്ട് എന്താ ഈ ആലോചിക്കുന്നത്? അല്ല, ഞാൻ ഇതൊക്കെ തരാന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു. ഞാൻ ഇതൊക്കെ എവിടെ നടത്തിട്ട് തരുമെന്നാണ് ആലോചിക്കുന്നത്. എന്റെ ഒരു 10 രൂപയുള്ള